തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തുമ്പോൾ മുക്കം നഗരസഭയിൽ പ്രതീക്ഷയോടെ ഇടതു വലതു മുന്നണികൾ കൂടുതൽ കരുത്ത് കാട്ടാനൊരുങ്ങി വെൽഫെയർ പാർട്ടിയും ബി.ജെ.പിയും. ഇതോടെ ഇത്തവണ മത്സരം തീപ്പാറും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ മുക്കം നഗരസഭയിൽ ഏറെ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണിയും യു.ഡി.എഫും. കൂടുതൽ കരുത്തുകാട്ടാമെന്ന പ്രതീക്ഷയിൽ വെൽഫെയർ പാർട്ടിയും ബി.ജെ.പിയും മത്സരരംഗത്തുണ്ട്. 1963 മുക്കം ഗ്രാമപഞ്ചായത്തായി നിലവിൽ വന്നത്. തുടർന്ന് ഏറെക്കാലം യു.ഡി.എഫിൻ്റെ ഉരുക്കുകോട്ടയായിരുന്നു മുക്കം. 2001 നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം LDF പിടിച്ചെടുത്തു. 2015 മുക്കം ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി തെരഞ്ഞെടുക്കപ്പെട്ടു. വി. കുഞ്ഞൻ മാസ്റ്ററായിരുന്നു ആദ്യ ചെയർമാൻ. 2.5 പതിറ്റാണ്ടായി തുടരുന്ന ഭരണം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കൈവിട്ട ഭരണം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് യു.ഡി.എഫും പ്രതീക്ഷിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാണിച്ചാണ് LDF ഭരണ തുടർച്ച അവകാശപ്പെടുന്നത്. നഗരസഭ സൗന്ദര്യവൽക്കരണം, തൃക്കുടമണ്ണ ടൂറിസം പദ്ധതി, ലൈഫ് ഭവന പദ്ധതി, മാലിന്യമുക്ത മുക്കത്തിനായി ഏർപ്പെടുത്തിയ വിവിധ പദ്ധതികൾ, കാർഷിക മേഖലയിലും ക്ഷീരമേഖലയിലും കൊണ്ടുവന്ന വ്യത്യസ്തമായ പദ്ധതികൾ തുടങ്ങിയവ പ്രധാന നേട്ടങ്ങളായി നഗരസഭ അവകാശപ്പെടുന്നു. MLA ഫണ്ട് വഴി 120ഓളം കോടി രൂപ നഗരസഭയിൽ വ്യത്യസ്ത മേഖലകളിലായി വിനിയോഗിക്കാൻ കഴിഞ്ഞതും നേട്ടമായി കാണുന്നു. ഇരുവഴിഞ്ഞിയുടെ തീരത്ത് മുക്കം പാലത്തിന് സമീപത്തായി നിലകൊള്ളുന്ന മിനി പാർക്ക് നഗരസൗന്ദര്യവൽക്കരണത്തിൻ്റെ തിളങ്ങുന്ന അടയാളമായി ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം വികസന മുരടിപ്പും അഴിമതിയുമാണ് യു.ഡി.എഫ് പ്രധാനമായി ഉയർത്തിക്കാട്ടുന്നത്. മാലിന്യ സംസ്കരണ പദ്ധതിയിലടക്കം ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി യു.ഡി.എഫ് പറയുന്നു. കാർഷിക വിളകൾക്കും കർഷകർക്കും നേരിടേണ്ടി വന്ന രൂക്ഷമായ കാട്ടുപന്നി ആക്രമണത്തിൽ നഗരസഭ സ്വീകരിച്ച നിസ്സംഗ നിലപാട് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നും യു.ഡി.എഫ് അവകാശപ്പെടുന്നു. മുക്കത്തും പരിസരത്തും കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ നഗരസഭയ്ക്കായില്ലെന്നതും പ്രധാന ആക്ഷേപമാണ്. നഗരസഭ കാര്യാലയത്തിൻ്റെ കെട്ടിടം പരിമിതികളാൽ വീർപ്പുമുട്ടുകയാണെന്ന പരാതി ഏറെക്കാലമായുണ്ട്. നഗരസഭ എന്ന തലത്തിലേക്ക് ഉയർന്നിട്ടും പഴയ പഞ്ചായത്തിൻ്റെ കെട്ടിടം തന്നെയാണ് നിലവിലുള്ളത്. ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഉപയോഗിക്കാൻ കംഫർട്ട് സ്റ്റേഷൻ്റെ പ്രവർത്തനം നിലച്ചുപോയത് പ്രധാന പോരായ്മയായി യു.ഡി.എഫ് ഉയർത്തിക്കാട്ടുന്നു. അടിസ്ഥാന വികസനങ്ങൾ തന്നെ അപൂർണമായി കിടക്കുകയാണെന്നും ഡിസംബർ 11 ജനവിധിയിലൂടെ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടി 6 ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ശക്തി കേന്ദ്രമായ ചേന്നമംഗലൂർ മേഖലയിൽ ഉൾപ്പെടെ മത്സരിക്കുന്ന മുഴുവൻ സീറ്റിലും വിജയിച്ച് നിർണായക ശക്തിയായി മാറാനാവുമെന്ന് വെൽഫെയർ പാർട്ടി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ 2 ഡിവിഷനുകളിൽ വിജയിച്ച ബി.ജെ.പി ഇത്തവണ അംഗബലം വർദ്ധിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ്. കൂടുതൽ സീറ്റുകൾ നേടി നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷമാവാൻ കഴിയുമെന്നും ബി.ജെ.പിയും പ്രതീക്ഷിക്കുന്നു. നിലവിൽ 33 ഡിവിഷനുകളുള്ള മുക്കം നഗരസഭ വാർഡ് വിഭജനത്തെ തുടർന്ന് 34 എത്തിയിട്ടുണ്ട്. അധ്യക്ഷസ്ഥാനം വനിതാ സംവരണമായത് പല പ്രമുഖരുടെയും മോഹങ്ങൾക്കും തിരിച്ചടിയായി. കേവല ഭൂരിപക്ഷം മാത്രം നേടിയാണ് നിലവിലെ ഇടതുഭരണം 5 വർഷം തികച്ചത്. അതിൽ തന്നെ ഭരണത്തെ പിടിച്ചു നിർത്തിയ ലീഗ് വിമതൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരരംഗത്തുണ്ട്. നിലവിൽ LDFന് 15 കൗൺസിലർമാരും വെൽഫെയർ പാർട്ടിയുടെ 3 അംഗങ്ങളടക്കം യു.ഡി.എഫിന് 15 അംഗങ്ങളാണുള്ളത്. ബി.ജെ.പിക്ക് 2 അംഗങ്ങളും നഗരസഭയിലുണ്ട്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.